ഹായ്, പേരെന്താ? പേര് സുകന്യ. ഓക്കെ, എവിടെ വീട്? തൃശ്ശൂരാണ്. ഇവിടെ ഇപ്പൊ IBC ഏത് കോഴ്സാ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഓക്കെ, ഇപ്പൊ ഓറിയന്റേഷൻ ഡേ ആണ്. അഡ്മിഷൻ കിട്ടിയപ്പോ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറച്ചൊരു ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോ പഠിക്കാനായിട്ട് വരുന്നത്. ഒരുപാട് കമ്പയർ ചെയ്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ IBCക്ക് വന്നത്. കുറച്ചുകൂടിയും എന്താ പറയാ, ഒരുപാട് എക്സ്പീരിയൻസ് റിവ്യൂസ് ഒരുപാട് കണ്ടു. ആ ഒരു ഇതിലാണ് ഇവിടെ വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സ് ആണോ PG ഡിപ്ലോമ ആണോ? ഡിപ്ലോമ കോഴ്സ്. ഓക്കെ, സോ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ചൂസ് ചെയ്യാൻ റീസൺ എന്തായിരുന്നു? ഇല്ല, കുറച്ചും കൂടി ഒരുപാട് കോഴ്സ് അന്വേഷിച്ചു. പക്ഷെ കുറച്ചുകൂടി റിവ്യൂസ് കുറച്ചുകൂടി ജോബ് കിട്ടാൻ കുറച്ചുകൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയപ്പോ അതായിരുന്നു. +2 ഏതായിരുന്നു? +2 സയൻസ്. സയൻസ് തന്നെയായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു ജോലിയാണ് ആഗ്രഹിച്ചത്. ഓക്കെ, സോ ഇപ്പൊ കൊച്ചി ക്യാമ്പസ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? കൊച്ചി ക്യാമ്പസ് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനും കുറച്ചുകൂടി ഒക്കെ കൊച്ചി ബെറ്റർ ആണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ഓറിയന്റേഷനൊക്കെ ഇവിടെ വന്ന ശേഷം ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരായാലും ഓഫീസേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല കമ്പനി തന്നെയാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ കരിയർ ബ്രേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുറെ ആൾക്കാരുണ്ടായിരിക്കും കരിയർ ബ്രേക്ക് വന്നിട്ട് 2 വർഷത്തെയും 3 വർഷത്തെയും +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നിരിക്കണവരുണ്ടായിരിക്കും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാ? കാരണം എന്തായാലും കരിയർ ഇമ്പോർട്ടന്റ് ആണല്ലോ നമുക്ക്. ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. കരിയറിൽ ഒരുപാട് ബ്രേക്ക് എടുക്കരുത്. പിന്നെ ഇതുപോലെ ഒരുപാട് അക്കാഡമിക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും IBS ചൂസ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും IBS ചൂസ് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സ്കോളർഷിപ്പ് നമ്മൾ IBS ഒരുപാട് സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കോഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ എന്താ തോന്നുന്നത് സ്കോളർഷിപ്പ്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ +2 മാർക്കിന്റെ ബേസിസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില എല്ലാ അക്കാഡമിയും കൊടുക്കണം എന്നില്ല. പക്ഷെ IBS അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയില്ല ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി, ഫിനാൻഷ്യലിയും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു സ്കോളർഷിപ്പ് കിട്ടിയത്. അഡ്മിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത്. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അഡ്മിഷൻ ഓഫീസർ. ഓറിയന്റേഷന്റെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഒരു എയിം എന്താണ്? നല്ലൊരു ജോലിയാണ്. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം വളരെ ഉറപ്പുണ്ട് ജോലി കിട്ടും, എന്തായാലും കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. ഓക്കെ, പിന്നെ IBS ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് കേട്ടിട്ടുണ്ടായിരുന്നു? വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ IBS ചൂസ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഇത്രയും വാല്യുബിൾ ആയിട്ട് സർട്ടിഫിക്കറ്റ് IBS മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ അത് കേട്ടിട്ടുള്ളൂ. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്യൂച്ചറിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.